CPI എതിർപ്പിനെ തുടർന്ന് വിദേശ സർവകലാശാലകൾക്ക് അനുമതി ഉടൻ ഉണ്ടാകില്ല. വിഷയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MV ഗോവിന്ദനോട് വിയോജറിയിപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി MK വിനോദ് ചേരുകയാണ്. വിനോദ്, CPIയുടെ ഭാഗത്തിനും SFIയുടെ ഭാഗത്തിനടക്കം വലിയ രീതിയിലുള്ള വിയോജിപ്പ് പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ തീരുമാനം നീട്ടിവെക്കാനുള്ള ഒരു സാധ്യതയാണോ മുന്നിലുള്ളത്? തീർച്ചയായും ഇക്കാര്യത്തിൽ നമുക്കറിയാം CPM വളരെ പെട്ടെന്നാണ് തങ്ങളുടെ നിലവിലുള്ള അവർ കാലങ്ങളായി തുടർന്നു വന്നിരുന്ന വിദ്യാഭ്യാസ നയത്തിൽ വലിയ പരിവർത്തനമുണ്ടായത്. ഈ ബജറ്റിലൂടെയാണ് ഒരുപക്ഷെ CPMന്റെ സാധാരണക്കാർ പോലും അറിയുന്നത് വിദേശ സർവകലാശാല സ്വീകരിക്കുന്ന ഒരു നയസമീപനം പാർട്ടി കൈക്കൊള്ളുന്നു എന്നുള്ളത്. പക്ഷേ ഇത് ബജറ്റിലൂടെ പുറത്തു വന്നതിന് ശേഷം SFI മാത്രമാണ് പ്രകടമായ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പോലും പറഞ്ഞത് മാധ്യമങ്ങൾക്ക് എന്തിനാണ് ഇത്ര വലിയ ആശങ്ക, ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യമല്ലേ, പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാനൊരു ശ്രമമാണ് നടന്നത്. പക്ഷേ CPIയുടെ 2-3 ദിവസമായി നടന്ന നേതൃയോഗത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തമായ ചില സമീപനങ്ങളുണ്ടായി. കാരണം CPI ശക്തമായ എതിർപ്പാണ് ഉയർത്തിയത്. CPM സംസ്ഥാന എക്സിക്യൂട്ടീവിലും അതേപോലെ തന്നെ 2 ദിവസമായി നടന്ന സംസ്ഥാന നിർവഹണ സമിതി യോഗത്തിലും വിദേശ സർവകലാശാലകൾക്ക് എങ്ങനെ ഇത്ര വളരെ പെട്ടെന്ന് അനുമതി നൽകാൻ കഴിയും എന്നുള്ള കാര്യമാണ് ചോദ്യം ഉയർന്നത്. CPIയുടെ വിയോജിപ്പ് CPMനെ അറിയിക്കണം എന്നുള്ള ഒരു കാര്യത്തിലും തീരുമാനമായി. അങ്ങനെയാണ് ബിനോയ് വിശ്വം നേരിട്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഇക്കാര്യത്തിൽ CPIക്കുള്ള എതിർപ്പ് ശക്തമായി അറിയിച്ചത്. വിദേശ സർവകലാശാലകളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് അത് പാർട്ടി ഇടതുപക്ഷത്തിന്റെ തന്നെ ഒരു നയത്തിന് വിരുദ്ധമായ ഒരു കാര്യമാണ്. ഇതിനെതിരായി എത്രയോ സമരങ്ങളാണ് AIYF-ഉം SFIയും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നയിച്ചത്. എത്രയോ വലിയ അക്രമ സമരങ്ങൾ വരെ ഇവിടെ നടന്നിരിക്കുന്നു. പക്ഷേ അതിലൊക്കെ സമരം നയിച്ചവരെ ഒക്കെ തന്നെ നിരവധി ആളുകൾ ഇപ്പോഴും സമരം നയിച്ച നിരവധി ആളുകൾ ഇപ്പോഴും പരിക്കേറ്റ കിടക്കുന്ന ഒരു സാഹചര്യം. പുഷ്പനെ പോലെയുള്ള ആളുകൾ, നമുക്കറിയാം സ്വാശ്രയ മെഡിക്കൽ കോളേജിനെതിരെയൊക്കെ സമരം നയിച്ച ആളുകൾ, അവരൊക്കെ ഇപ്പോഴും ഈ സമരത്തിന്റെ ഒരു നേർചിത്രമായി അവരൊക്കെ ഇപ്പോഴും പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇത് അംഗീകരിക്കാനാവില്ല എന്ന് ശക്തമായ ഭാഷയിൽ CPI അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് CPM ഇപ്പോൾ ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് വിദേശ സർവകലാശാലകളെ ഇപ്പോൾ സ്വീകരിക്കേണ്ട, എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ CPIയുടെ എതിർപ്പിനെ തുടർന്നാണ് CPM ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. CPM എന്തായാലും ഇനി ഇക്കാര്യം നടപ്പാക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം, തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത് നടപ്പാക്കണമെങ്കിൽ CPM PB കൂടി ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇത് നടപ്പാക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. KP വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ CPIയുടെ അതിശക്തമായ എതിർപ്പ് ഈ നയപരമായ ഒരു വ്യതിയാനമാണ് CPMന്റെ ഭാഗത്തിനും ഉണ്ടായത് എന്നുള്ള വിമർശനം തന്നെയായിരുന്നു CPI ഉന്നയിച്ചതിനൊപ്പം SFIയും വലിയ രീതിയിലുള്ള വിമർശനം, പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം പാർട്ടിക്കുള്ളിലെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ എതിർപ്പ്, ഘടകകക്ഷിയിൽ പ്രധാനിയായ CPIയുടെ വിരോധം അല്ലെങ്കിൽ എതിർപ്പ്, ഇത് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് CPMനെ എത്തിച്ചത്. പക്ഷെ അതേസമയം തന്നെ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകും, ഉപേക്ഷിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഇതിലൊരു തീരുമാനം എടുക്കാമെന്നാണ് MV ഗോവിന്ദൻ അല്ലെങ്കിൽ CPM നേതൃത്വം അറിയിച്ചത്, സർക്കാർ അറിയിച്ചിരിക്കുന്നത് അല്ലേ? യെസ്, CPI എതിർപ്പിനെ തുടർന്നാണ് വിദേശ സർവകലാശാലകൾക്ക് അനുമതി ഉടനുണ്ടാകില്ല എന്നുള്ള നിലപാടിലേക്ക് CPM എത്തിയിരിക്കുന്നത്. വിഷയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MV ഗോവിന്ദനോട് വിയോജി അറിയിച്ചിരുന്നു. വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ CPI കൂടി വലിയ വിമർശനം, എതിർപ്പ് അറിയിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ് വിദേശ സർവകലാശാലകൾക്ക് അനുമതി ഉടൻ നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും MK വിനോദ് നൽകിയത്.